ബാലരാമപുരം കൊലപാതകത്തിൽ കുഞ്ഞിനെ എന്തിനു കൊന്നുവെന്ന് വിശദീകരിക്കാനാവാതെ പോലീസ്. ഹരികുമാർ പറയുന്ന കാര്യങ്ങളിൽ സ്ഥിരതയില്ല എന്നും കൊലപാതക കാരണം കണ്ടെത്തേണ്ടതുണ്ട് എന്നും SP പറഞ്ഞു. കുഞ്ഞിനെ കൊന്നത് ഉൾവിളി തോന്നിയത് കൊണ്ടെന്ന ഹരികുമാർ മൊഴി നൽകി. കൊല്ലണമെന്ന് തോന്നിയപ്പോൾ കൊന്നെന്നും വിശദീകരണം. പ്രതിയെ കോട്ടുകാൽ കോണത്തെത്തിച്ച് തെളിവെടുത്തു. ശേഷം നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രതി ഹരികുമാറിനെ വൈദ്യപരിശോധനയും നടത്തി. മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലങ്ങളാണ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഇയാൾ ഒരു 5-6 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലുള്ള ആളാണ്. ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇതിൻ്റെ ഫീൽഡ് എൻക്വയറി ഉണ്ട്, ഇതിൻ്റെ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരുപാട് സാക്ഷികളെ ചോദ്യം ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം സാന്ത്വന സാജു ഉണ്ട് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കുവാനായി. സാന്ത്വന, ഈ പ്രതിയുടെ വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ടോ? സാന്ത്വന, മറ്റു വിവരങ്ങൾ ഏതെങ്കിലും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? അജി, ഈ ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിയായ ഹരികുമാറിനെ അജി ചോദിച്ചതുപോലെ തന്നെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. വിരലടയാള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ ഇവിടെ നിന്നും കൊണ്ടുപോകും. ഇനി കൊണ്ടുപോകുന്നത് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കായിരിക്കും. കാരണം ഓപ്പൺ കോടതിയുടെ സമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുന്നിലായിരിക്കും ഇയാളെ അല്പസമയത്തിനകം തന്നെ ഹാജരാക്കുക. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം, ഈ വിരലടയാള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഡിവൈഎസ്പിയുടെ അടക്കം സാന്നിധ്യത്തിൽ ആയിരിക്കും അത് ശേഖരിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നടപടിക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇവിടെ തൊട്ടടുത്തായുള്ള നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ഇയാളുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയത്. ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴും അതുപോലെ തന്നെ അതിനു മുമ്പ് അജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോട്ടുകാൽ കോണത്ത് ഈ സംഭവം നടന്ന ഈ കുഞ്ഞിന്റെ വീടുണ്ട്, വാടകയ്ക്ക് താമസിച്ചിരുന്ന. ഇന്നലെ ഈ കുഞ്ഞിന്റെ കൊലപാതകം നടന്ന വീടുണ്ട്. അവിടെ എത്തിയും തെളിവെടുത്തതിന് ശേഷമാണ് ഈ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോഴും ശേഷം ആശുപത്രിയിൽ എത്തിയപ്പോഴും ഒക്കെ കരഞ്ഞുകൊണ്ട് കൈകൂപ്പിയ നിലയിലായിരുന്നു ഈ പ്രതി ഉണ്ടായിരുന്നത്. ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ പോലീസിനോട് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും നടത്താതെ നിന്ന ഒരു പ്രതിയായിരുന്നു ഇയാൾ. പക്ഷേ ഇന്ന് കൈകൂപ്പി കരഞ്ഞുകൊണ്ടുള്ള ഒരു അയാളുടെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടത്. ഇനി അല്പസമയത്തിനകം ഇവിടെ നിന്നും മജിസ്ട്രേറ്റിനടുത്തേക്ക് കൊണ്ടുപോകും. സ്വാഭാവികമായും റിമാൻഡ് നടപടികളിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അതിനുശേഷമായിരിക്കും ഇനിയിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്ന അപേക്ഷ നൽകുകയും പിന്നീട് വിശദമായി കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ തന്നെയും ചെയ്യുക. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ഇന്നലെ രാവിലെയാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാത്രിയോടെയാണ് എങ്കിൽ പോലും ഇയാളെ രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുതൽ ഇത്രയും സമയമായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്താനുണ്ടായ കാരണം എന്ന് വ്യക്തമാക്കാൻ ഇതുവരെയും പോലീസിനായിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ഇത്രയും സമയമായിട്ടും ഇയാൾ തന്നെയാണ് പ്രതി എന്ന് പോലീസ് പറയുമ്പോഴും എന്താണ് ആ ഒരു മോട്ടീവ്, എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പറയുവാൻ വേണ്ടി പോലീസിനായിട്ടില്ല. നേരത്തെ അല്പസമയം മുമ്പ് SP സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇയാൾ ഒരു വിചിത്രമായ വാദമാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കാരണം എനിക്ക് കൊല്ലണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കൊന്നു, അങ്ങനെയാണ് പറയുന്നത്. ഇയാൾ ഒരു മാനസികമായി പ്രശ്നമുള്ള ആളായിരുന്നു. 6-7 വർഷമായിട്ട് മാനസിക പ്രശ്നത്തിനുള്ള മരുന്ന് കഴിക്കുന്ന ആളാണ് എന്നും SP പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇയാളുടെ കുടുംബവും വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോ തവണ ചോദിക്കുമ്പോഴും ഓരോ തവണ മൊഴി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശയക്കുഴപ്പമാണ് ഇതിലുണ്ടാക്കുന്നത്. പക്ഷേ ഇന്നലെ ആദ്യമൊക്കെ തന്നെയും വലിയ നിസ്സഹകരണമായിരുന്നു ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നെങ്കിലും 3-ാം വട്ടം ചോദ്യം ചെയ്തപ്പോൾ താൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് ഹരികുമാർ സമ്മതിക്കുകയാണ് ഉണ്ടായത്. തന്റെ സാധന സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതി ഇങ്ങനെ മൊഴി മാറ്റുന്നതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. കേരളം ഒന്നടങ്കം തന്നെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട്, എന്തിനു വേണ്ടിയാണ് കുഞ്ഞിനോട് ഈ ക്രൂരത കാട്ടിയതെന്ന് അതിനുള്ള ഉത്തരവും തരേണ്ടത് പോലീസാണ്.